ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. അതോടൊപ്പം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും മുടി വളർച്ച കൂട്ടാനും പിന്നെ അകാല നര തടയാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഹെയർ ഓയിൽ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്രാമ്പു ആണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമാണ് കേട്ടോ, കാരണം അകാല നര തടയാനൊക്കെ ഗ്രാമ്പു ഏറ്റവും നല്ലതാണ്. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും സാധാരണ നിങ്ങൾ തേക്കുന്ന എണ്ണയിൽ ഗ്രാമ്പു ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെങ്കിലും എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാനിതാ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രം നമുക്ക് മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയായിട്ട് എടുക്കുകയാണ്. പകുതി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചിയും മുടി വളർച്ച കൂട്ടാനും പിന്നെ താരൻ മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒരുപാടായിട്ട് സഹായിക്കും. പിന്നെ പുതിയ മുടികൾ വളരാനും സഹായിക്കുന്നതാണ് ഇഞ്ചി. ഇപ്പം ഞാനിവിടെ ഇഞ്ചിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള എണ്ണയാണ്. അതിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എള്ളെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ എണ്ണ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പിൽ വെച്ച് കാച്ചിയെടുക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിളയൊക്കെ വരുന്നുണ്ട്. പിന്നെ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എണ്ണ കാച്ചി എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് വരും. അതിനുശേഷം ഇതിൽ ഈ ഒരു ഇപ്പോൾ കാണുന്ന ആ ഒരു പതയൊക്കെ നിൽക്കും കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മുടെ എണ്ണ പാകമായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ എണ്ണയിൽ ഒട്ടും തന്നെ പതയൊന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം ഞാനൊരു പൊട്ടുന്ന കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും എണ്ണയൊക്കെ ഗ്ലാസിൻ്റെ ബോട്ടിൽ സൂക്ഷിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ട് അതിൻ്റെ എണ്ണ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡി ആയിക്കിട്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. സാധാരണ നിങ്ങൾ എണ്ണ തേക്കുന്ന പോലെ തന്നെയാണ് ആദ്യം തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും എത്ര പ്രായമായവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എണ്ണയാണ്. തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ നല്ലൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെച്ചിരിക്കുക. 1 മണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയുക. സോപ്പ്, ഷാമ്പൂ ഇത് രണ്ടും യൂസ് ചെയ്യാതിരിക്കുക. എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ചുരുങ്ങിയത് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതായിട്ടും മുടി വളരുന്നതായിട്ടും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്